ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് യൂട്യൂബിനെ പോലെ നമുക്ക് വരുമാനം നേടാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പം വരുമാനം നേടാനായിട്ട് പറ്റും. ഡെയിലി മോഷൻ എന്നാണ് നമ്മുടെ ഇന്നത്തെ നമ്മൾ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റിൻ്റെ പേര്. അപ്പം ഈ വെബ്സൈറ്റ് ഒരു 2 ആഴ്ചയായിട്ട് ഞാനൊരു ചാനൽ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കി. അതായത് നമ്മുടെ ആൾക്കാർക്ക് വേണമെന്നുള്ള വീഡിയോസ് ഞാനൊന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കി. പിന്നെ അപ്പോൾ ചെറിയൊരു അനലിറ്റിക്സിൽ ഒരു മാറ്റം കണ്ടു. പിന്നെ എക്സ്പെക്റ്റഡ് വ്യൂസ് കാണിച്ചു തന്നു. ഞാനത് ജസ്റ്റ് ഒന്ന് ഉദാഹരണം കാണിച്ചു തരാം. എൻ്റെ ചാനൽ ഞാൻ ബ്ലർ ചെയ്ത് വയ്ക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്ത് കളയുകയോ ചെയ്യും, കാരണം അത് അങ്ങനെയാണ്. ഓക്കെ, അപ്പം ഞാൻ എൻ്റെ ചാനലിനെ പരിചയപ്പെടും. ഓക്കെ, അത് നമുക്ക് ഇതിൽ 3.5K വ്യൂസ് ഉണ്ട്. 100 ഹവേഴ്സിൻ്റെ വാച്ച് അവർ ഉണ്ട്. 100 മണിക്കൂർ കണ്ടിട്ടുണ്ട് ആൾക്കാർ കേട്ടോ. അപ്പം എൻ്റെ അവർ പറയുന്ന എക്സ്പെക്റ്റഡ് ഏർണിങ്സ് $0.4 ആണ്. $0.4 ഏതാണ്ട് ഒരു രൂപം കണക്കാണെങ്കിൽ 40 രൂപ ഇത്രയും പേര് കണ്ടപ്പോഴാണ്. അപ്പം ഞാൻ 61 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏത് വീഡിയോസാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നും എല്ലാം ഞാൻ പറഞ്ഞു തരാം. എങ്ങനത്തെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, ഏതൊക്കെ അപ്ലോഡ് ചെയ്തുകൂടാ എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതിന് അക്കൗണ്ട് ക്രിയേഷന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മൊബൈൽ തന്നെ മതി കേട്ടോ. അപ്പോൾ മൊബൈൽ തന്നെ മതി. നിങ്ങൾ നേരെ ക്രോമിനകത്ത് ചെന്നതിന് ശേഷം ഈ ഡെയിലി മോഷൻ പാർട്ട്ണർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡെയിലി മോഷൻ പാർട്ട്ണർ. ഓക്കെ, DAILY ഓക്കെ MOTION പാർട്ട്ണർ PARTNER ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഡെയിലി മോഷൻ ഫോർ പബ്ലിഷേഴ്സ് ബിക്കം എ പാർട്ട്ണർ. ഇതിൻ്റെ അകത്ത് കുറേ ഓപ്ഷൻസ് കാണും. ഏറ്റവും ടോപ്പിലത്തെ ഓപ്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പം നമുക്ക് ഇതേപോലത്തെ ഒരു ഇൻ്റർഫേസിലായിരിക്കും ചെല്ലുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നിങ്ങൾ ആദ്യമായിട്ട് ചെല്ലുന്ന ആളാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്തുകൊണ്ട് എനിക്കത് കാണിക്കില്ല. ഇവിടെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അവരുടെ കുക്കീസും കാര്യങ്ങളെല്ലാം നിങ്ങൾ അക്സെപ്റ്റ് ഓൾ കൊടുക്കുക. എന്നിട്ട് നമുക്ക് നേരെ പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി സൈൻ ഇൻ ആണ്. നമ്മൾ ചെയ്യേണ്ട കാര്യം സൈൻ ഇൻ്റെ ആ ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സൈൻ ഇൻ കൊടുക്കുകയാണ്. അതിനുശേഷം വുഡ് യു ലൈക്ക് ടു അപ്ഗ്രേഡ് യുവർ അപ്ഗ്രേഡ് ടു പാർട്ട്ണർ. ഓക്കെ, പാർട്ട്ണർ അക്കൗണ്ട്. അപ്പോൾ പാർട്ട്ണർ അക്കൗണ്ടിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് യൂട്യൂബിനും ഉണ്ട്. അപ്പം ഈ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാവും. കാരണം ഈ ഒരു കമ്പനി നമ്മുടെ വീഡിയോസായിട്ട് ഒരു പ്രശ്നമില്ല. അതായത് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയാലോ ആരെങ്കിലും നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് കംപ്ലയിൻറ്റ് ചെയ്താലോ അവർ ഏൽക്കില്ല. നമ്മളുടെ ഓൺ റിസ്കിലാണ് ഇത് റൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് നേരെ ഇത് ഏറ്റവും താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ താഴോട്ട് എത്തിക്കാൻ എളുപ്പ വഴി ഇതാണ്. ഓക്കെ, സ്ക്രോൾ ചെയ്ത് അക്സെപ്റ്റ് ടൈംസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അക്സെപ്റ്റ് ടൈംസിൽ കൊടുക്കും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ക്രിയേറ്റ് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്രിയേറ്റ് ചാനലിന് ഇതിനകത്ത് 920x1080 ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1080p പിക്ചർ നമുക്ക് ജസ്റ്റ് 1080p പിക്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോൺ ചരിച്ച് വച്ചതിന് ശേഷം ഒരു ഫോട്ടോ എടുക്കുക. ഇനി 1080p പിക്ചർ എടുക്കാൻ വയ്യാത്തവർക്ക് ജസ്റ്റ് ഒരു നല്ലൊരു വ്യൂ ഉള്ള ഒരു പിക്ചർ എടുക്കുക. അല്ലെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പിക്സബിയോ അല്ലെങ്കിൽ പിക്സൽസിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. മറ്റേതെല്ലാം ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇതിൽ എവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാനർ ഇമേജ് ആയി. ഇതിൻ്റെ അകത്താണ് പ്രൊഫൈല്. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഈ പ്രൊഫൈല് ചെയ്യാൻ വേണ്ടിയിട്ട് 160x160 ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ വേറൊരു പിക്ചർ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ ആ പിക്ചർ കാണിക്കില്ല. മനസ്സിലായില്ലേ? ആ പിക്ചർ കാണിക്കത്തില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ 160 ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്യാൻവ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. സോഫ്റ്റ്വെയർ ഒന്നും വേണ്ട, വെബിൽ തന്നെ നമുക്ക് ചെയ്യാം. നിങ്ങൾ നേരെ ക്രോമിൽ തന്നെ ഇരുന്നതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാകും ക്യാൻവ. ഓക്കെ, അപ്പോൾ അവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ക്യാൻവ എന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ഡിസൈനിൻ്റെ അവിടെ കസ്റ്റം സൈസ് ഉണ്ട്. അവിടെ നിങ്ങൾ ഈ 160 160 എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ. അപ്പോൾ നമുക്കൊരു പുതിയൊരു പേജ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഐക്കൺ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഈ അപ്ലോഡ്സ് എന്നുള്ള സെക്ഷനിൽ ചെന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് നിങ്ങളുടെ പിക്ചർ വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ചെയ്യുന്ന എലമെൻസിൽ പോയിട്ട് ഇപ്പം എന്തെങ്കിലും നേച്ചർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുകയാണ്. എലമെൻസിലാണ്. ഇപ്പോൾ നേച്ചർ ഒന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറേ ഇമേജസും കാര്യങ്ങളൊക്കെ കിട്ടും. ഞാൻ ഏതെങ്കിലും ഈ ഇമേജസ് നമ്മൾ പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഈ പ്രോ അക്കൗണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾ ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇത്രയും ഈ ഒരു ഇമേജ് വന്നു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ
സ്ക്രോൾ ചെയ്ത് വെക്കുകയാണ്. അതായത് സ്ക്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിപ്പം കൂട്ടുകയാണ്. ഇതിൻ്റെ അകത്ത് നിൽക്കുകയാണെങ്കിൽ ഞാനൊരു ഐക്കൺ, അതിന് ശേഷം ഷെയർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഷെയറിൻ്റെ അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഐക്കൺ റെഡിയായി. 160 എന്നുള്ള റെസൊല്യൂഷനിൽ നിങ്ങൾക്കൊരു ഐക്കൺ കിട്ടി. അപ്പോൾ അത് അവിടെ ചെന്നിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിന് ശേഷം ചാനലിൻ്റെ പേര്, ഇപ്പോൾ എൻ്റെ പേരാണ് ഈ കാണിക്കുന്നത്, ബിജു. ഓക്കെ, നിങ്ങളുടെ ചാനലിൻ്റെ പേര് എന്തെങ്കിലും വണ്ടർലാൻഡ്, ചുമ്മാ ഞാൻ അങ്ങ് അടിക്കുവാണ് വണ്ടർലാൻഡ്. ഓക്കെ, വണ്ടർലാൻഡ് എന്ന് അടിച്ചു. കൺട്രി ഇന്ത്യ തന്നെ കിടക്കട്ടെ, നല്ലതാണ്. ഓക്കെ, ടാഗ് ലൈൻ. അപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഈ ആൾക്കാരിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നത്, നിങ്ങൾക്കിപ്പം എഡ്യൂക്കേഷൻ വീഡിയോ ആണെങ്കിൽ എഡ്യൂക്കേഷൻ വീഡിയോ, അങ്ങനെ. പിന്നെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഹേ ഗായ്സ്, അപ്പം നമ്മുടെ ഈ ചാനലിൽ നോക്കാൻ പോകുന്നത് ഇങ്ങനത്തെ വീഡിയോസാണ്, അല്ലെങ്കിൽ ഫിനാൻസുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസാണെന്ന് പറയുക. എന്നിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സ്വന്തമായിട്ടുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ. നിങ്ങളുടെ വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ, മിക്കവർക്കും കാണത്തില്ല, എനിക്കുമില്ല. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റെഡി ആവുകയാണ്. മനസ്സിലായില്ലേ? ചാനൽ കംപ്ലീറ്റ്ലി റെഡി. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഞാൻ ജസ്റ്റ് ഇതുവരെ തുടങ്ങി വെച്ചത് കൊണ്ടാണ് എനിക്കിങ്ങനെ വരാൻ കാരണം. നിങ്ങളൊരു ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇങ്ങനെ ചിലർക്ക് ഈ ഡെയിലി മോഷൻ ബിക്കം എ പാർട്ട്ണറിൽ ജസ്റ്റ് ഒന്ന് ആദ്യമേ കയറി പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് വരണത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ ഓരോരോ കാര്യങ്ങൾ, നിങ്ങൾക്ക് ഹോം ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഈ ഹോമിൽ നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും ബിക്കം എ പാർട്ട്ണറോ അങ്ങനെയല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് പബ്ലിഷേഴ്സ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അതിൻ്റെ അകത്താണെന്നാണ് തോന്നുന്നത്. ഇൻ്റഗ്രേഷൻ, വീഡിയോ മോണിറ്റൈസേഷൻ, ഇൻ്റഗ്രേഷൻ, അഡ്വർടൈസിങ് മോണിറ്റൈസേഷൻ, കണ്ടൻറ് മാനേജ്മെൻറ്റ്. ഓക്കെ, നമുക്കൊരു കണ്ടൻറ് മാനേജ്മെൻറ്റിൽ നോക്കാം അല്ലേ. ഇൻ്റഗ്രേഷൻ, ഒരു സൈൻ ഇൻ ആണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൈൻ ഇൻ കൊടുക്കുക. അതിൻ്റെ അകത്ത് ഓക്കെ, അപ്ഗ്രേഡ് ടു പാർട്ട്ണർ ഉണ്ടാവും. നിങ്ങൾക്ക് പാർട്ട്ണർ അക്കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ചിലവർക്ക് ഇത്തിരി പാടായിരിക്കും. നിങ്ങൾ ഓരോരോ ഓപ്ഷനായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോവുക. ഓക്കെ, നിങ്ങൾക്ക് ചിലവർക്ക് ഡയറക്റ്റ് എൻ്റെ ഇപ്പോൾ ഞാൻ കണ്ടതുപോലെ ബിക്കം എ പാർട്ട്ണർ എന്നുള്ളത് കാണും, ചിലവർക്കൊന്നും കാണത്തില്ല. അപ്പോൾ നിങ്ങൾ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അതാണ് നമ്മൾ അടുത്ത സെക്ഷൻ. എങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉണ്ടാക്കിയതോ ഇല്ലയെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ കോപ്പി പേസ്റ്റിംഗ് പരിപാടിയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമല്ലേ. അപ്പം കോപ്പി പേസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാളുടെ വീഡിയോ നമ്മൾ സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, ഒരാളുടെ വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് ഉദാഹരണത്തിന് ഞാൻ യൂട്യൂബിൽ കയറിയിട്ട് ആനിമൽസ് എന്നടിക്കുകയാണ്. ആനിമൽസ് എന്നടിക്കുന്നു, ടൈപ്പ് ചെയ്യുന്നു. അപ്പം ഇത് ആനിമൽസ് ഫണ്ണി വീഡിയോസ് എന്നടിക്കാം. ഓക്കെ, ഫണ്ണി വീഡിയോസ് എന്നടിക്കുകയാണ്. ഓക്കെ, ഇപ്പം ഫണ്ണി ആനിമൽ കോമ്പിലേഷൻ, ക്യാറ്റ് ഫൈറ്റ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ വീഡിയോസ് എല്ലാം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇതുപോലെ എല്ലാ വീഡിയോസും അല്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഫിൽറ്റേഴ്സിൽ എന്ന ഓപ്ഷനിൽ ചെന്നിട്ട് ക്രിയേറ്റീവ് കോമൺസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലൈസൻസ് ഉള്ള വീഡിയോസ് ഉണ്ടാവും. അതായത് ഈ വീഡിയോ ഇപ്പം തംബ്നെയിൽ കണ്ടില്ലേ, ഈ തംബ്നെയിൽ കാരണമാണ് ഇതിന് ഇത്രയും വ്യൂസ് കിട്ടിയത്. നമ്മൾ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റീവ് കോമൺസ് ആട്രിബ്യൂഷൻ ലൈസൻസ് റീയൂസ്ഡ് അലൗഡ്, ഇങ്ങനത്തെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള പെർമിഷനാണ് അവർ തരുന്നത്. അപ്പോൾ നമുക്കത് നേരെ ഈ ഷെയർ ഓപ്ഷൻ ഉണ്ടാവും. ഷെയറിൽ ചെന്നതിന് ശേഷം കോപ്പി പേസ്റ്റ്. അപ്പോൾ ഓക്കെ, അതിൻ്റെ അകത്ത് കോപ്പി ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരെ വീണ്ടും ക്രോമിലോട്ട് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് y2mate എന്ന് ടൈപ്പ് ചെയ്യുക. y2mate. അപ്പോൾ ആദ്യം തന്നെ വരും ഒരു സൈറ്റ്. y2mate ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ കോപ്പി ചെയ്ത സൈറ്റ് നമ്മൾ ലിങ്കില്ലേ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് കണ്ടായിരുണ്ട MP4 ഓട്ടോ ക്വാളിറ്റി 1080p ഫുൾ HD 720p എല്ലാം നമുക്ക് ഇതിനകത്ത് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. എവിടെ ഡൗൺലോഡ് ഓപ്ഷനിൽ കൊടുത്താൽ മതി. കുറച്ച് ആഡും കാര്യങ്ങളൊക്കെ വരാൻ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉള്ള പരിപാടി ഞാൻ എൻ്റെ പഴയ ചാനലിലോട്ട് ഞാൻ കാണിച്ചു തരാം. അതിലേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. വീഡിയോസ് സെക്ഷനിൽ ചെന്നതിന് ശേഷം അപ്ലോഡ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്ലോഡ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ അപ്ലോഡ് വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ വീഡിയോ, അതായത് ഫണ്ണി ആനിമൽസ് വീഡിയോ എന്നെങ്കിൽ ഫണ്ണി ആനിമൽസ് വീഡിയോ. ഓക്കെ, ഫണ്ണി ആനിമൽസ് വീഡിയോ
അതെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇടാം, മനസ്സിലായില്ലേ? നമ്മുടെ മലയാളത്തിലുള്ള വീഡിയോസ് ഒന്നും നമ്മൾ ഇടാൻ മാക്സിമം ശ്രമിക്കാതിരിക്കുക. പിന്നെ ഗെയിമിംഗ് വീഡിയോസ് ഒന്നും ഇടാതിരിക്കുക, ഒക്കെ കയറത്തില്ല. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഫിറ്റ്നസ് വീഡിയോസ് എല്ലാവരും കാണാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം, ഫിറ്റ്നസ് വീഡിയോസ് ഇംഗ്ലീഷ് കൊടുക്കാം അല്ലേ? ഇംഗ്ലീഷ് എന്ന് അടിക്കാം. ഇംഗ്ലീഷ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്രിയേറ്റീവ് കോമൺസിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആരെങ്കിലും അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ അതുകൊണ്ട് ഹൂ ക്യാൻ ഗെയിൻ വേഴ്സസ് ലോസ് ഇൻ 100 hours. ഓക്കെ ഇത് ക്രിയേറ്റീവ് കോമൺസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ നല്ല ആളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ്ലായിട്ട് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് 6.3 മില്യൺ വ്യൂസ് കിട്ടി. എന്തായാലും അവിടെ ഒരു 500K എങ്കിലും കിട്ടും കുറഞ്ഞത്. കാരണം ഇങ്ങനത്തെ വീഡിയോസിനൊക്കെ അവിടുത്തെ ആൾക്കാർക്ക് എൻഗേജ്മെൻറ്റ് കൂടുതലാണ്. നമ്മളെവിടെയല്ലേ ഒന്നും നോക്കാതെ ഡെയിലി കഴിക്കുന്നതും അതിനൊക്കെ വ്യൂസ് ഉള്ളത്. അവിടെ ഇതേപോലത്തെ കണ്ടൻസിനൊക്കെയാണ് ആൾക്കാർ കൂടുതൽ. അപ്പോൾ ഓഡിയൻസ് അനുസരിച്ച് നിങ്ങളുടെ വീഡിയോസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതേപോലത്തെ തന്നെ മേക്ക് ദ പെയിൻ ഫീൽ, ഇതേപോലത്തെ ഈ വീഡിയോസ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അതിലോട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈസി മെത്തേഡ് അല്ലേ, കോപ്പി പേസ്റ്റിംഗ് മെത്തേഡ്. ഇപ്പം നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതേപോലെ ഒരു വീഡിയോ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ആഹാരം കഴിച്ച് വീഡിയോ ഇടുന്ന ഒരു ചേച്ചി ഉണ്ടല്ലോ, അതായത് ASMR വീഡിയോസ്. അപ്പോൾ ASMR വീഡിയോസ് ആയിട്ട് ചുമ്മാ ഇരുന്നിട്ട് നിങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഫുഡ് ഈറ്റിംഗ് ASMR വീഡിയോസ് എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ചുമ്മാ ഇരുന്ന് ഇങ്ങനെ കഴിക്കുക. ചുമ്മാ ഇരുന്നല്ല, കഴിക്കാനും നല്ല പൈസ വേണം. അതേപോലത്തെ വീഡിയോസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം, പക്ഷേ അതിന് നല്ലൊരു ക്വാളിറ്റി മൈക്ക് വേണം. നമ്മൾ ഈ ചൂവൊക്കെ ചെയ്യില്ലേ, അതായത് ഇങ്ങനെ ചവയ്ക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുള്ളൂ. അപ്പോൾ അവിടെയാണ് നമ്മുടെ വിജയം. ഓക്കെ, അപ്പോൾ ഈ ഡെയിലി മോഷൻ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. ഞാനൊരു കാര്യം പ്രത്യേകം പറയാം, നിങ്ങളിത് ചെയ്യാതിരുന്നിട്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, ഇത് ഞാനൊരു 2 ആഴ്ച കൊണ്ടാണ് എനിക്ക് ആ $0.4 കിട്ടിയത്. കാരണം നമ്മുടെ ഒഴിവ് സമയത്ത് നമ്മളിപ്പം മിക്കവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ കാണും. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തായാലും എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ വൈകിട്ട് വരും, കുളിക്കും, മൊബൈൽ ഇങ്ങനെ ചുമ്മാ അങ്ങ് തോണ്ടിക്കൊണ്ടിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പം ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം ജീവിതത്തിലെ ഓരോരോ സാഹചര്യങ്ങളാണ് മനുഷ്യനെ ഓരോരോ ലെവലിലാക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് വെറൈറ്റി ആയിട്ട് ചിന്തിക്കാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതേപോലത്തെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചീറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർക്കാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി. കാരണം എല്ലാവരും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം റാറ്റ് റേസിൽ നിന്ന് എസ്കേപ്പ് ദ മെട്രിക്സ് എന്ന് കേട്ടിട്ടില്ലേ? അതിൽ നിന്നൊക്കെ നിങ്ങൾ രക്ഷപ്പെടുത്തുക, ഞാനും സ്വയമായിട്ട് രക്ഷപ്പെടുക. അപ്പം സ്വന്തമായിട്ട് രക്ഷപ്പെടുന്നതിന് കാര്യം അറിയാമെന്നുള്ള കാര്യം 2-3 പേർക്കും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും എന്തായാലും ഇത് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ ദ സപ്പോർട്ട്.